ആടുകളെ മോഷ്ടിച്ച് പുത്തൻ തൊഴിൽ മേഖല തുറന്ന ആളാണ് ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ആട് ആന്റണി. ആന്റണിയോളമൊന്നും വരില്ലെങ്കിലും തൊട്ടടുത്ത് ഭാവിയിൽ എത്തിക്കൂടാഴികയില്ല സ്റ്റോയി വർഗീസ് എന്നാണ് വിലയിരുത്തൽ. പഴകുളം സ്വദേശി ബാലന്റെ വീട്ടിലെ 4 ആടുകളിൽ 3നെയും ഒറ്റയടിക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് സ്റ്റോയി വർഗീസ് കുടുങ്ങിയത്. കള്ളനെ തപ്പിയിറങ്ങിയ ബാലൻ അയൽ വീട്ടിലെ CCTV ക്യാമറയിൽ ഒരു വെള്ള നിറത്തിലുള്ള കാർ കണ്ടു. പിന്നെ വെള്ളക്കാറുകളുടെ പിന്നാലെയായി പോലീസുകാർ. 3 മണി 4 മണി ആ സമയത്ത് ഒരു കാർ തിരിച്ചതായിട്ട് അതിൻ്റെ തൊട്ട് മേളവശത്തെ വീട്ടിൽ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുക എന്തോ ചെയ്യുമായിരുന്നത്. അവർ കാറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു വണ്ടി ഇവിടെ വന്ന് തിരിച്ചു. അത് പട്ടിയോര കേട്ടോണ്ട് അവരിറങ്ങി ഇങ്ങനെ വടക്കോട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് വരുമായിരുന്നു. അവിടെ വന്നിട്ട് അവർ വണ്ടി മേളിൽ കയറ്റിയിട്ടിട്ടാണ് ആടിനെ എടുത്തത്. ആട് കരയുന്നത് കൊണ്ടായിരിക്കണം പട്ടി ഇങ്ങനെ പോയി നോക്കി. പട്ടി സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഉപജീവനത്തിന് ആടുകളെ വളർത്തുന്നവരെ തേടി പിടിച്ചാണ് സ്റ്റോയി കളവ് ആസൂത്രണം ചെയ്യുന്നത്. പകൽ സമയത്ത് സ്ഥലം കണ്ടുവയ്ക്കും. വാടകയ്ക്കെടുത്ത വണ്ടികളിൽ രാത്രി എത്തി ആടുകളെ പൊക്കും. പോയത് ആടല്ലേ, അതിനു പിന്നാലെ പോകാനാണോ പോലീസുകാർക്ക് നേരമെന്ന് കരുതി പലരും പരാതി നൽകിയില്ല. അതാണ് സ്റ്റോയിയെ ഇത്രയ്ക്കങ്ങ് വളർത്തിയത്. ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു കുഴിയാണ്. പോലീസിനെ കാണുമ്പോൾ ആ കുഴിയിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടുന്ന ഒരു രീതിയായിരുന്നു ഇദ്ദേഹത്തിന് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയെ ഒരു കൺവീൻ്റായ ഒരു സ്ഥലം കിട്ടുന്നിടം വരെ മനീഷിനും ടീമും ഞങ്ങളും എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അടൂർ ടൗണിൽ നിന്നും പ്രതിയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആടുകള്ളനെ പൊക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ SP B അജിത്ത് ചുമതലപ്പെടുത്തി. DYSP ജയരാജനായിരുന്നു മേൽനോട്ടം. ആദ്യം കിട്ടിയ CCTV ദൃശ്യങ്ങളെ പിന്തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നായി 50-ലധികം ദൃശ്യങ്ങൾ കൂടി പോലീസ് തേടിപ്പിടിച്ചു. അങ്ങനെ തിരുവല്ല തിരുമൂലപുരത്തെ വാഹന ഉടമയെ കണ്ടെത്തി. വണ്ടിയിൽ ആടുകളുടെ രോമം, പോരാത്തതിന് മൂത്രത്തിന്റെ ഗന്ധവും. രാത്രി ആടുകളെ പിടിച്ചാൽ പിറ്റേന്ന് പുലർച്ചെ ചന്തയ്ക്കൊരു പോക്കാണ്. വിറ്റ കാശുമായാണ് പിന്നീട് മടക്കം. ജൂൺ 22-ന് പഴകുളത്ത് നിന്നും മോഷ്ടിച്ച ആടുകളെ ആദായ വിലയ്ക്കാണ് വിറ്റത്. ഉള്ളതിൽ ഏറ്റവും വലിയ ആട് അതിനെ എടുത്തോണ്ട് പോയി. ചെന്നപ്പോഴാണ് കുറച്ച് നീളത്തിൽ കയറ് വെച്ചിട്ട് കണ്ടിച്ചെടുത്തോണ്ട് പോകുമായിരുന്നു. തിരുവല്ല സ്വദേശിയെങ്കിലും ഭാര്യയുടെ പറന്തലിലെ വീട്ടിലാണ് സമീപകാലത്ത് ഇയാൾ താമസിച്ചു വന്നത്. ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലായി മറ്റു വിഷയങ്ങളിൽ 8 കേസുകൾ വേറെയുണ്ട് ഇയാൾക്കെതിരെ. ആടുകളെ കാണാതായെന്ന പരാതികൾ കൂടി വരുന്നതിനാൽ സ്റ്റോയിക്ക് ഇവയിലെല്ലാം പങ്കാളിത്തമുണ്ടോ എന്ന സംശയം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാൽ ചേരുന്നു. ഒപ്പം അഭിലാൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. ആടുകള്ളൻ, ഈ കോഴിക്കള്ളൻ എന്ന് കേട്ടിട്ടുണ്ട്. ആടുകള്ളൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്വാഭാവികമായ ഒരു സംശയം എന്താണെന്നോ, ഇത് എങ്ങനെയായിരിക്കും ഈ ആട് കരയാതെ ഇതിനെ ആ സ്ഥലത്തു നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ മോഷ്ടിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആട് കരഞ്ഞാൽ വീട്ടുകാർ ഉണരുമല്ലോ. അതിനേക്കാളൊക്കെ കഷ്ടം വളരെ കഷ്ടപ്പെട്ട് വളർത്തിയിരുന്ന അവർക്കൊക്കെ വീട്ടുകാർക്ക് എത്രമാത്രം നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ദിനേന 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ആടിനെ മോഷ്ടിച്ചു എന്നത് അത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷേ ആട് മോഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതി പോലീസ് സ്റ്റേഷനിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരമറിഞ്ഞ് തങ്ങളുടെ ആടുകളെ കാണാനില്ല എന്നുള്ള പരാതിയുമായി അടൂർ സ്റ്റേഷനിൽ ഇന്നലെ എത്തിയ നാട്ടുകാരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ അതൊരു സംഭവം തന്നെയാണ്. പോരാത്തതിന് ആട് ആന്റണിയുടെ തുടക്കം ആടിനെ മോഷ്ടിച്ചാണ് എന്നുള്ള കാര്യം കൂടി നമുക്കങ്ങനെ വിട്ടുകളയാനും കഴിയില്ല. കഴിഞ്ഞ മാസം 22-ാം തീയതി അടൂർ പഴകുളം സ്വദേശിയായ ബാലൻ എന്ന ക്ഷീരകർഷകൻ്റെ വീട്ടിലെ 3 ആടുകളെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സ്റ്റോയി എന്ന 30-കാരൻ പിടിയിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒരു റെൻ്റ് എടുത്ത കാറിലാണ് ഈ 3 ആടുകളെയും കൊണ്ടുപോയത്. ആ കാറിൻ്റെ ഉള്ളിലെ സ്ഥലപരിമിതി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെ ഗർഭിണിയായ ആടടക്കം അതിനകത്തിൽ യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് അത്ഭുതകരമാണ്. ഒരുപക്ഷെ അല്പം കൂടി വലിപ്പമുള്ള ആട് ആയിരുന്നുവെങ്കിൽ ബാലൻ ചേട്ടൻ്റെ വീട്ടിലെ 4ാമത്തെ ആടിനെ കൂടി സ്റ്റോയി കടത്തിക്കൊണ്ട് പോകുമായിരുന്നു എന്നുള്ളത് നിശ്ചയമാണ്. ചില സൂചനകൾ പോലീസിന് ലഭ്യമാകുന്നത് കൂടി കണക്കിലെടുത്താൽ പെട്ടി ഓട്ടോറിക്ഷ അല്ലെങ്കിൽ പിക്കപ്പ് വാഹനം കൂടി ഉൾപ്പെട്ട ചില ഇതുപോലെയുള്ള മോഷണ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ട്. ആകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള 9 കേസുകളിൽ ഒരെണ്ണം മാത്രമാണ് സ്റ്റോയി ആടിനെ മോഷ്ടിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളത്. അതേസമയം തന്നെ അവശേഷിക്കുന്ന പരാതികൾ കൂടി പരിശോധിച്ച് സ്റ്റോയിക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് തെളിയുന്ന പക്ഷം അടുത്ത ഏതായാലും ഇനി എന്തൊക്കെ മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇയാൾ എന്നുള്ളത് സംബന്ധിച്ചും അന്വേഷണം അത്യാവശ്യമാണ്.